നമ്മുടെ അടിമലിൽ നടന്ന പരിപാടിയിൽ മൈക്ക് മേടിച്ച് സംസാരിച്ചത് പറഞ്ഞു കഴിഞ്ഞില്ല. മൈക്ക് മേടിച്ചല്ലോ, ചെയർമാൻ ഞാൻ ഒരുമിച്ചിരിക്കുന്നു, അദ്ദേഹം ഒരു കാര്യം പറയുന്നു, നിങ്ങൾ വീണ്ടും ചോദിക്കുന്നു, അപ്പോൾ എനിക്ക് മറുപടി പറയേണ്ടതായിട്ട് വന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് മൈക്ക് മേടിച്ച് പറഞ്ഞു. അത് ശരിയല്ലേ? ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഈ മത്സരിക്കുന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അപ്പോൾ സിറ്റിംഗ് MLA മത്സരിക്കുന്ന കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടില്ല പാർട്ടി. അപ്പോൾ അതൊക്കെ പാർട്ടി കാര്യങ്ങൾ ശരിയല്ലേ? ഞാൻ പറഞ്ഞത് എന്തുവാ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ശരിയാണത്. തെറ്റുണ്ടോ? അത് ശരിയല്ലേ? രണ്ടും ശരിയല്ലേ? ചേർത്തലപ്പ് കൊണ്ട് KS നേതാവുമായിരുന്നു. ഞാൻ തെറ്റിരിക്കുന്നത് അല്ല. ഈ പെട്ടെന്ന് പാർട്ടിയിൽ ഒരു കീഴ്വഴക്കം അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ചെയർമാന്റെ സ്ഥാനാർത്ഥിത്വം പെട്ടെന്ന് അങ്ങനെ പറയുന്നു. ചെയർമാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ചെയർമാനില്ലെന്നും ചെയർമാന്റെ സ്ഥാനാർത്ഥിത്വമില്ലെന്നും ഞങ്ങൾ നാദിനില്ലാത്ത കളറില്ലല്ലോ. ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കും. ഒരു പാർട്ടിക്ക് എന്താ ആവശ്യം? പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലല്ലേ ജനങ്ങളെ കൂടെ നിൽക്കുള്ളൂ. പിന്നെ ഞങ്ങളെന്താ പിന്നെ അങ്ങ് മാറി നിൽക്കുക? കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പിൽ തന്നെ ഉണ്ടാവും, മത്സരിക്കുമെന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം. അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി പാർട്ടിക്ക് തീരുമാനം കൈക്കൊള്ളാമല്ലോ. പാർട്ടി തീരുമാനം എടുക്കുന്ന അദ്ദേഹം പറഞ്ഞില്ലേ, അതിനെ അധികരിക്കാൻ പറ്റുമോ? എങ്ങനെ സഡൻ റിയാക്ഷൻ? സഡൻ റിയാക്ഷൻ. അദ്ദേഹം പാളയെ മത്സരിച്ച വ്യക്തിയാണ്. പാല നഷ്ടപ്പെടേണ്ട സീറ്റല്ലല്ലോ. ആ തെറ്റുകൾ തിരുത്തി മടങ്ങി വരുമെന്ന് ചെയർമാൻ തന്നെ പാലായി പ്രസംഗിച്ചല്ലോ. അല്ല, പാല ഞങ്ങൾ കാണാതെ പോകാൻ പറ്റുമോ? അത് പാർട്ടിയുടെ ഡിസിഷൻ വരുന്ന കാര്യത്തെ കുറിച്ചല്ല ചെയർമാൻ പറയുന്നത്. സഡൻ റിയാക്ഷൻ അല്ലല്ലോ, വളരെ ആലോചിച്ചല്ലേ ഞാൻ പറഞ്ഞത്. സഡൻ റിയാക്ഷൻ ആണത് ഒരു കാര്യം പറയുന്നത്. ഇനി തീരുമാനം കൈക്കൊള്ളുന്നത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുന്നുള്ളൂ. ശരി, ഈ പാർട്ടി നേതൃത്വം സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കം കൂടെ പറയാം. താങ്കളുടെ പേരും പറഞ്ഞു കേട്ടിരുന്നു. കേരളം മുഴുവൻ പേര് പറയുന്നുണ്ട് പല വിധത്തില്. ഒരു കാര്യത്തെ മാത്രമല്ലല്ലോ. ഏതായാലും 25 വർഷമായിട്ട് ഇടുക്കിയിലെ ജനങ്ങൾ എന്നെ സംരക്ഷിച്ചു. ഞാൻ അവർക്ക് വേണ്ടി നിലകൊണ്ടു. അവരുടെ ഓരോ വിഷയത്തിലും എനിക്ക് ആകാവുന്നതുപോലെ എല്ലാം ഇടപെട്ടു. ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? മൂലമറ്റത്തല്ലേ നിൽക്കുന്നത്. മൂലമറ്റം ഭൂഗർഭ പദ്ധതി രൂപപ്പെട്ടിട്ട് 50 വർഷം കഴിയുക. ഇന്നലെയായിരുന്നു എൻ്റെ ഡേറ്റ്. ഈ പവർ ഹൗസ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. സാധാരണക്കാർ, കുട്ടികൾ, പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഇത് സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അപകടങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടായ 2-3 അപകടങ്ങൾ എത്രയോ പേരുടെ മരണത്തിനിടയാക്കി. അപ്പോൾ അതൊക്കെ നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇത് കാണാനും അതിൻ്റെ അതേ രീതിയിൽ അനുഭവിക്കാനും കഴിയത്തക്ക വിധത്തിലുള്ള മിനിയേച്ചർ ഉണ്ടാകണം. 1.5 ഏക്കർ സ്ഥലം ഇന്ന് KSB വിട്ടു തന്ന പേപ്പറാണ് ഇവിടെ വെച്ച് മേടിച്ചത്. ഹൈഡൽ ടൂറിസത്തിനെ അത് ചുമതലപ്പെടുത്തി. PPP മോഡലിൽ ഇവിടെ തൊട്ടടുത്ത് AKG പാലത്തിനപ്പുറം കിടക്കുന്നിടത്ത് PPP മോഡലിൽ അത് നിർമ്മിച്ചു കഴിയുമ്പോൾ ഈ ജൂബിലി വർഷത്തിൽ വലിയ ഒരു നേട്ടമാണത്. ഈ പഞ്ചായത്തിന്, ഈ പ്രദേശത്തിന്, കേരളത്തിലും വിദേശത്തും വരുന്ന ആൾക്കാർക്കല്ല ഈ പവർ ഹൗസിൽ എന്തെല്ലാം നടക്കുന്നു എല്ലാം നേരിട്ട് അതിനകത്ത് കയറി കാണാവുന്ന പോലെ കാണാൻ കഴിയുന്ന വലിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്ന ദിനമാണ്. ആ ജനപ്പിന് എന്നെ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഒരു ട്രഷറി ഓഫീസുണ്ട്, സബ് ട്രഷറി, രജിസ്ട്രാർ ഓഫീസുണ്ട്. കെട്ടിടമണി സ്ഥലമില്ല. KSB സ്ഥലം വിട്ടു തരില്ലേ? പാവപ്പെട്ടൊരു മരണം, ഒരു ക്രിമിറ്റോറിയില്ല ഇവിടെ. അതിൻ്റെ സ്ഥലം വിട്ടെന്ന് പേപ്പറിലേന്ന് കൈമാറിയത്. മൂലമറ്റത്ത് നാടുകാണിയിലേക്ക് കേബിൾ കാർ പദ്ധതി കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്നു. 29 ലക്ഷം രൂപ നൽകി ആ പദ്ധതിയുടെ പഠനം ആരംഭിച്ചു. ആ പദ്ധതിയുടെ പഠനം നടത്തുന്നത് അതിൻ്റെ കമ്പനി. അതൊക്കെയാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. ആ നിലയിൽ ഇന്ത്യൻ പോർട്ട് റെയിൽ ആൻഡ് റോപ്വേ കോർപ്പറേഷൻ മുഖേന കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയാണ് പഠനം നടത്തുന്നത്. ആ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൂടാതെ 3 കോടി രൂപ വേറെ ബഡ്ജറ്റ് വകയിരുത്തുകയും ചെയ്തു. അത് വരുമ്പോൾ മൂലമറ്റത്ത് നിന്ന് കേബിൾക്കാരെ കയറിയാൽ നാടുകാണി വരെ എത്താം. എന്തിനാ പഠനം? അത് എതിരെയൊക്കെ പോകാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, സാധ്യതയുണ്ടെങ്കിൽ സാധ്യത പഠനങ്ങൾ നടത്തുകയാണ്. അങ്ങനെ ഈ ഭാഗത്തെ മാത്രം വടക്കേപ്പുഴയിൽ മിനി ടൂറിസം പദ്ധതി ഉദ്ഘാടിക്കാൻ പോകല്ലേ. ഡാമിന് തൊട്ടപ്പുറം ഒരു മിനി പാർക്ക് വരുന്നവർക്കൊന്ന് ഇറങ്ങിയിരിക്കാൻ, വിശ്രമിക്കാൻ സൗകര്യം എടുക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോകല്ലേ. ഇടുക്കിയിലെ ലേസർ ഷോ 10 കൊല്ലം പൂർത്തിയാകുമ്പോഴാണ് LDF സർക്കാർ ഇത്തരം പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ 50 വർഷം പൂർത്തിയാകേണ്ട ഈ പദ്ധതിക്ക്. ഇടുക്കി പദ്ധതി ഉണ്ടായിട്ട് ഈ പദ്ധതി 50 വർഷം പൂർത്തിയാകുമ്പോഴല്ലാതെ അതിന് മുമ്പ് എങ്ങനെ ചെയ്യുന്നത്? അല്ല, 50 ധാരാളം പദ്ധതികൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കൽ. ഈ പദ്ധതി മാത്രമേ കണ്ടുള്ളൂ.